നമ്മളെന്താ പഠിക്കാൻ പോകുന്നത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറാണ്. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരു പോയിന്റർ അതിന്റെ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പിലുള്ള വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വേരിയബിളിലേക്ക് അത് പോയിന്റ് ചെയ്തിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ഇത് എങ്ങനെയാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നതാണ്. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുന്ന പറഞ്ഞാൽ സ്ട്രക്ചർ നെയിം, പിന്നെ പറഞ്ഞാൽ ഡാറ്റ ടൈപ്സ് നമ്മൾ നോർമലി, പിന്നെ പറഞ്ഞാൽ സ്ട്രക്ചർ. ഇതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അപ്പൊ അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? സെൽഫ് സ്ട്രക്ട് നെയിം, ഇതേ നെയിം ആയിരിക്കും ഇതിനും. ഇത് സ്റ്റാർ പോയിന്റർ നെയിം. അപ്പൊ ഇതെന്താണ്? ഇതേ എന്ന രീതിയിലുള്ള ഒരു പോയിന്റർ എന്ന് പറഞ്ഞാൽ ഇനിഷ്യലൈസ് ചെയ്ത് വേറെ ഏതെങ്കിലും ഡാറ്റ ടൈപ്പ്, വേറെ ഒരു വേരിയബിളിലേക്ക് അല്ലെങ്കിൽ സെയിം ഡാറ്റ ടൈപ്പിലേക്ക് പോയിന്റ് ചെയ്യാന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ നമുക്ക് നോക്കാം. അതിന്റെ പ്രോഗ്രാമിംഗ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് എന്നുള്ള ഒരു ഇതാണ്. നെക്സ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ വേരിയബിൾ, ഇവിടെ പോയിന്റർ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്തു. നോഡ് ഒരു പുതിയത് സ്ട്രക്ട് നോഡ് 1. ഓക്കെ, നോഡ് 1. ഈ നോഡ് 1 ഡാറ്റ എന്ന് പറഞ്ഞിട്ട് 10 എന്ന് കൊടുത്തു. നോഡ് 1 നെക്സ്റ്റ് ഈക്വൽ ടു നോഡ് 1 എന്ന് കൊടുത്തു. അപ്പൊ എന്താണ്? ഇപ്പൊ സെൽഫ് റെഫറൻഷ്യലാണ്. അപ്പൊ സെൽഫ് റെഫറൻഷ്യൽ പോയിന്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇതിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. എന്ത്? ആ ഇതിലേക്ക് തന്നെയാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. ആ നോഡിന്റെ ഇതിലേക്ക് തന്നെയാണ് സെൽഫ് റെഫറൻഷ്യൽ ആയിട്ട് നമുക്ക് പോയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ പോയിന്റ് ചെയ്യാൻ പറ്റും. അതേ സെയിം ഡാറ്റ ടൈപ്പിലേക്ക് തന്നെ പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാം. ഇപ്പൊ അഡ്രസ് ഓഫ് നോഡ് 1 എന്നിട്ട് ഞാനൊന്ന് പ്രിന്റ് ചെയ്തു. ഓക്കെ, വോയിഡ് എന്നിട്ട് നോഡ് 1. ഇനി നോഡ് നെക്സ്റ്റിന്റെ അഡ്രസ് എന്നിട്ടും ഞാൻ പ്രിന്റ് ചെയ്തു. കാരണം നെക്സ്റ്റിൽ എന്താ ഇപ്പൊ പോയിന്റ് ചെയ്തിട്ടുള്ളത്? നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു നോഡ് 1 എന്നല്ല കൊടുത്തുള്ളൂ. അപ്പൊ രണ്ടിന്റെയും പോയിന്റർ എന്തായിരിക്കും? സെയിം ആയിരിക്കണം. അതായത് സെയിം വാല്യൂ ആയിരിക്കണം. അഡ്രസ് സെയിം അഡ്രസ് ആണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താണ്? ഇത് എന്ന് പറഞ്ഞാൽ സെൽഫ് റെഫറൻഷ്യൽ പോയിന്റർ ആണ്. കണ്ട, അപ്പൊ എന്താണ് ഇതിന്റെ അഡ്രസ് സെയിം ആണ്. അതായത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ചെയ്യുന്നത് ഇതിലേക്ക് തന്നെയാണ്. അപ്പൊ നെക്സ്റ്റ് ഡാറ്റ എന്തായിരിക്കും? നോഡ് 1 നെക്സ്റ്റ് ഡാറ്റ എന്താണ്? ആ നെക്സ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് 10 ആണെന്നുള്ളത്. ഓക്കെ, റെഫറൻഷ്യൽ പോയിന്റർ 10 എന്താണ്? നമ്മൾ നോഡ് 1 ഡാറ്റ നോക്കി തന്നെയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? ആ പോയിന്റർ എന്ന് പറഞ്ഞാൽ പോയിന്റ് ചെയ്യുന്നത് അതിലേക്ക് തന്നെയാണ്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിലേക്ക് തന്നെ പോയിന്റ് ചെയ്യണമെന്നില്ല. വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ നോഡ് 2 എന്നിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പൊ നോഡ് 2 ക്രിയേറ്റ് ചെയ്ത് വിചാരിക്കുക. നോഡ് 2 എന്നിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോഡ് 2ലേക്കും ഇത് പോയിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാണ്ട് നോഡ് 1 ഇതിലേക്ക് മാത്രമാണ് പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഡാറ്റ ടൈപ്പിലേക്ക് മാത്രം പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. വേറൊരു ഡാറ്റ ടൈപ്പിലേക്കും അല്ലെങ്കിൽ വേറൊരു വേരിയബിളിലേക്കും വേണമെങ്കിൽ നമുക്ക് പോയിന്റ് ചെയ്യാം. അപ്പോൾ സെൽഫ് റെഫറൻഷ്യൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് റെഫറൻസ് സ്ട്രക്ചേഴ്സ് ഇൻ സി പ്രോഗ്രാം സ്ട്രക്ചേഴ്സ് ദാറ്റ് കണ്ടെയ്ൻ റെഫറൻസ് ടു ദി സെയിം ടൈപ്പ് ആസ് ദംസെൽഫ്സ്. ഓക്കെ, സെയിം ടൈപ്പ് തന്നെയായിരിക്കും. ഇനി അതിലേക്ക് തന്നെ പോയിന്റ് ചെയ്യണമെങ്കിൽ പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെന്റ് വേരിയബിളിലേക്കും പോയിന്റ് ചെയ്യാം. ഓക്കെ, ഇനി പറഞ്ഞാൽ ബിറ്റ് ഫീൽഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ വേരിയബിളിന്റെ ലെങ്ത് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇന്റിജർ എന്ന് എഴുതിയ എത്രയാണ്? 32 ബിറ്റ് ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ 32 ബിറ്റിന് പറഞ്ഞാൽ നമുക്ക് 32 ബിറ്റ് ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് പറഞ്ഞാൽ ഒരു മന്തിന്റെ ഇതാണ് വേരിയബിൾ ആണ് വേണ്ടി വിചാരിക്കുക. അപ്പൊ പറഞ്ഞാൽ മന്തിന് പറഞ്ഞാൽ എത്രയാണ്? 12 നമ്പർ അല്ലേ വേണ്ടുള്ളൂ. 12 നമ്പർ ആണെങ്കിൽ എത്ര ഡിജിറ്റ് വേണ്ടത്? 4 ബിറ്റ് ആണ് വേണ്ടത്. 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ 4 ബിറ്റിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 വരെ ആക്കാം. അപ്പൊ നമുക്ക് എന്താണ്? അപ്പൊ അത്രയും ബിറ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ ടൈപ്പിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ബിറ്റിന്റെ സൈസ് ആയിരിക്കും. When we know maximum length of a member, we can use bit field to specify the size and reduce the memory consumption. അപ്പൊ അതിന് വേണ്ടി യൂസ് ചെയ്യണതാണ് ഇത്. അപ്പൊ നമുക്ക് പറഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാനിതാ മന്ത് എന്നിട്ട് ഇൻഡ് മന്ത് എന്നിട്ട് 4 എന്ന് എഴുതി. അതായത് എനിക്ക് 5. ഓക്കെ, എന്നിട്ട് പറഞ്ഞാൽ അടുത്ത് ഞാൻ പറഞ്ഞാൽ ഇൻഡ് വീക്ക് എത്ര ഉണ്ട്? 4. ഓക്കെ, 4 എന്ന് എഴുതി. ഇനി എന്തായും ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്. എന്നിട്ട് ഇൻഡ് ഇയർ എന്നിട്ട് എഴുതി.
ഓക്കെ. ഇയർ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇത് വേണ്ടിയല്ലേ. അപ്പൊ ഇയറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനും കൊടുത്തു. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഡാറ്റ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഡേറ്റ് ഡി. ഓക്കെ. അപ്പൊ ഡി ഡോട്ട് മന്ത് ഈക്വൽ ടു 4. ഡി ഡോട്ട് വീക്ക് ഈക്വൽ ടു 2. ഡി ഡോട്ട് ഇയർ ഈക്വൽ ടു 94. ഓക്കെ. പെർസെൻറ്റേജ് ഡി. ഓക്കെ. മന്ത് പെർസെൻറ്റേജ് ഡി മന്ത് കണ്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? പെർസെൻറ്റേജ് ഡി ഡി ഡോട്ട് മന്ത് പ്രിന്റ്എഫ് വീക്ക് പെർസെൻറ്റേജ് ഡി ഡയറക്ഷന് ഡി ഡോട്ട് വീക്ക്. ഓക്കെ. നമ്മളിപ്പോ ഇനി നോക്കുകയാണ് പ്രിന്റ് ചെയ്യോ പ്രിന്റ് ചെയ്യില്ലെന്നുള്ളത്. ഡേറ്റ് ഡി. ഓക്കെ. നമ്മൾ പറഞ്ഞ സ്ട്രക്റ്റ് എന്ന് കൊടുത്തിട്ടില്ല. ഓക്കെ. സ്ട്രക്റ്റ് ഡേറ്റ് ഡി. അപ്പൊ ഉണ്ടാ വീക്ക് 4 എന്ന മന്ത് 4. ഇനി പറഞ്ഞാൽ നമുക്കിപ്പോ സൈസ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. സൈസ് ഓഫ് സൈസ് എന്നിട്ട് പ്രിന്റ് ചെയ്ത് ഒരു പെർസെൻറ്റേജ് ഡി പിന്നെ സൈസ് ഓഫ് നമ്മൾ പറഞ്ഞ സ്ട്രക്റ്റിൻ്റെ അല്ലേ, പിന്നെ സ്ട്രക്ട് ഡേറ്റ്. സൈസ് എന്താണ് 8 ബൈറ്റേ വരുന്നുള്ളൂ. കാരണം എന്താ, ഇത് 4 ബൈറ്റും ഇത് രണ്ടും കൂടി 4 ബൈറ്റ് വരുന്നില്ല. ഓക്കെ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും എഴുതാണ്ടിരുന്ന എത്ര ആയിരിക്കും വരിക നോക്കുക. ഈ ബിറ്റ് ഫീൽഡ് യൂസ് ചെയ്യാണ്ടിരുന്നതിന് എത്ര ആയിരിക്കും വരിക? കണ്ട സൈസ് എത്ര 12 ആണ് വരുന്നത്. നേരത്തെ 8 ഒന്ന് ഓർത്തപ്പോ 12 വരുന്നത്. അപ്പൊ ഇതാണ് ഇത് ഡിഫറൻസ് മനസ്സിലാവുന്നത്. അപ്പൊ നേരത്തെ 8 വരാൻ എന്താ കാരണം? 8 വരാൻ കാരണം വെച്ചാൽ ഇത് 2 ഇത് 2 രണ്ട് 2 ബൈറ്റ്സ് പ്ലസ് 4 ബൈറ്റ്സ് അങ്ങനെയാണ് എത്ര 8 വരാൻ കാരണം. ഇപ്പൊ 12 വരാൻ കാരണം എന്താ? 4 അപ്പൊ അങ്ങനെയാണ് 12 ബൈറ്റ്സ് വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഇതിലിപ്പോ 5 ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. 5 ബിറ്റ് ആണ് ഇതിന്റെ സൈസ്. ഓക്കെ. ഇതിൽ എന്ന് പറഞ്ഞാൽ 4 ബിറ്റ് ആണ് സൈസ്. അപ്പൊ ഇത് നോർമൽ ഇന്റീജർ പോലെ തന്നെ ഈ 4 ഇതെന്ന് പറഞ്ഞാൽ 1 മുതൽ എന്ന് പറഞ്ഞാൽ 16 വരെയാണ് ഇതിന്റെ സൈസ്. ഇതിന് എന്ന് പറഞ്ഞാൽ 32 വരെ. ഓക്കെ. അപ്പൊ അതാണ് എന്ന് പറഞ്ഞാൽ ബിറ്റ് ഫീൽഡ്. നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ബിറ്റ് ഫീൽഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത്. ബൈ. നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് യൂണിയൻ നോക്കാം. ഓക്കെ. ബൈ.